ഹായ് ഡിയേഴ്സ്, അപകർഷതാബോധവും ആത്മവിശ്വാസക്കുറവും നിങ്ങളെ അലട്ടുന്നുണ്ടോ? പഴയ ഡ്രസ്സുകൾ നിങ്ങൾക്ക് പാകമാകുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുന്നവരാണോ? വെയ്റ്റ് ലോസ് പ്രോഡക്റ്റ്. മോദിവി അവതരിപ്പിക്കുന്ന വെയ്റ്റ് ലോസ് ആൻഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റ്. അടപ്പില്ലാത്ത പാത്രമായ നമ്മുടെ വായിലേക്ക് നമ്മൾ കിട്ടിയതെല്ലാം വാരിയിടുന്നു. ഓരോ ദിവസവും നമ്മുടെ കലോറി കൂടി വരുന്നു. 1 kg വെയിറ്റ് കൂടുതലൊന്നും നമ്മൾ അറിയുന്നില്ല. 4-5 കിലോ വരുമ്പോൾ മാത്രമാണ് നമ്മളത് അറിയുന്നത്. അതിന് മോദിവി അവതരിപ്പിക്കുന്ന ഈ വെയ്റ്റ് ലോസ് പ്രോഡക്റ്റ് 4 പ്രോഡക്റ്റാണുള്ളത്. മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കും, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡർ, ഫാറ്റ് ബർണർ ക്യാപ്സ്യൂൾ ആൻഡ് ഫാറ്റ് ബർണർ പ്രിമിക്സ്. ഇത് വെറുമൊരു ഷേക്കല്ല കേട്ടോ. ഫസ്റ്റ് പ്രോഡക്റ്റ് ഷേക്കാണ്. അത് വെറുമൊരു ഷേക്കല്ല. ഇത് വെയ്റ്റ് ലോസിനുള്ള നല്ലൊരു പരിഹാരമാണ്. ഹൈ ക്വാളിറ്റി പ്രോട്ടീനും 25 വ്യത്യസ്ത വിറ്റാമിൻസും മിനറൽസും അടങ്ങിയ 8 വ്യത്യസ്ത രുചികളിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്ക്. ഇത് കഴിച്ചാൽ വിശപ്പുണ്ടാകുന്നില്ല. 2 നേരവും ഈ ഷേക്ക് മാത്രം മതി. സ്റ്റിമ്മഡ് മിൽക്ക് ചേർത്താണ് ഇത് കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒഴിവാക്കണം. പിന്നെ വരുന്നത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. ഈ ഷേക്കിൻ്റെ കൂടെ ചേർത്ത് കഴിക്കേണ്ട സാധനമാണ് ഈ പ്രോട്ടീൻ്റെ കുറവ് നികത്താൻ ഈ സാധനം കഴിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ധാരാളം ഫൈബറും ഇതിലടങ്ങിയിരിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കണം. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ ഫാറ്റ് ബർണർ ക്യാപ്സ്യൂളാണ്. ഫാറ്റാണ് നമ്മൾ കുറയ്ക്കുന്നത്. അതായത് വെയിറ്റ് അല്ല കുറയ്ക്കുന്നത്, ഫാറ്റ് കുറയുമ്പോൾ വെയിറ്റ് കുറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫാറ്റിനെ കുറയ്ക്കാൻ ഫാറ്റ് ബർണർ ക്യാപ്സ്യൂളുണ്ട്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. മിക്കവാറും 7:30 AM ആകുമ്പോഴേക്കും കഴിക്കണം. നന്നായി വെള്ളം കുടിക്കണം. കുരുമുളക്, ഇഞ്ചി, കുടംപുളി, ഗ്രീൻ ടീ ഇതാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. പിന്നെ 4ാമത്തെ പ്രോഡക്റ്റാണ് ഫാറ്റ് ബർണർ പ്രിമിക്സ്. ഇത് ഒരു 12 മണിക്ക്, ഉച്ചയ്ക്ക് ഒരു 12 മണിക്കും വൈകിട്ട് 4 മണിക്കും ആണ് ഈ സാധനം കഴിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊരു പൗച്ചാണുള്ളത്. ഓരോ പൗച്ചാണുള്ളത്. ആ പൗച്ച് ലെമൺ ടേസ്റ്റാണുള്ളത്. ഈ പൗച്ച് എടുത്ത് തിളച്ച വെള്ളത്തിലിടുക. എന്നിട്ട് അധികം തിളച്ച കുഴപ്പമില്ല, ചൂടുള്ള വെള്ളത്തിലിടണം. എന്നിട്ട് അത് ഓരോ ഗ്ലാസ് അത് കുടിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ മറ്റുള്ള സാധനങ്ങളെല്ലാം കഴിക്കാം. നമ്മൾക്ക് കറി അതുപോലെ തന്നെ അതിന് പറ്റുന്ന എന്താക്കിയാണെന്ന് വെച്ചാൽ കഴിക്കാം. പക്ഷേ കുറച്ചിരിക്കണം. അതിൻ്റെ കൂടുതൽ കഴിക്കരുത്, ഓവറാവരുത്, കുറയ്ക്കുക. ചോറ് കുറയ്ക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? ഗ്ലൈസമിൻ ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള അരിയുണ്ട്. ഞങ്ങൾക്ക് മോദി കെയറിലുണ്ട്, ഞങ്ങൾക്ക് മറ്റു കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള അരി ഇട്ടിട്ട് ചോറ് വെച്ചിട്ടാണ് അങ്ങനെയുള്ളവർ കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ഭക്ഷണം കുറയുന്നതിനനുസരിച്ച് പ്രശ്നം ഇല്ലാതിരിക്കാൻ ഗ്ലൈസമിൻ ഇൻഡെക്സ് കുറഞ്ഞ അരി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എക്സർസൈസ് തീർച്ചയായിട്ടും എടുക്കണം. എത്രമാത്രം എക്സർസൈസ് എടുക്കാൻ പറ്റുമോ അത് നന്നായി നമ്മളെ വെയിറ്റ് കുറയ്ക്കും. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. അത് എടുക്കുന്നവർക്ക് നല്ല കുറയും, വെയിറ്റ് നന്നായി കുറയും. നമ്മൾ അതിനുള്ള ഇത് ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യാനുള്ളതുണ്ട്. അതിൻ്റെ കാറ്റലോഗുണ്ട്, അതുപോലെ തന്നെ ചാർട്ടുണ്ട്. ഒക്കെ നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ അടിച്ചു തരും. ഓക്കെ.